ഒരാൾക്ക് എത്ര പ്രായത്തിൽ വില്ല് എഴുതാം? വില്ല് നമുക്ക് വില്ല് എന്തിന് എഴുതണം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ടായിരിക്കണം. അസറ്റ് ഉള്ള ഒരാളും വെറുതെ വില്ല് എഴുതാൻ പറ്റില്ല. വില്ലിൻ്റെ അകത്തൊരു അസറ്റ് ഉണ്ടായിരിക്കണം. അസറ്റ് എൻ്റെ ഓണർഷിപ്പാണ് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. അതും ആ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം മരിക്കുന്ന സമയത്ത് എന്താണോ ഓണർഷിപ്പുള്ള അതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വില്ല് എഴുതാം. ഓക്കെ, ഇന്ന് ഒരു 50 വയസ്സിൽ ഞാൻ വില്ല് എഴുതുവാണ്, ഈ എൻ്റെ പ്രോപ്പർട്ടികളും എൻ്റെ ബാങ്ക് ഡെപ്പോസിറ്റുകളും എൻ്റെ ഷെയർ ഒക്കെ വന്നിട്ട് ഉണ്ടെന്ന് പറയുന്നത് എന്താണോ, ചിലപ്പോൾ 85 വയസ്സായി മരിക്കുന്നുണ്ടാവുക, അന്ന് എന്താണോ ഉള്ളത് അന്ന് സ്റ്റേറ്റസ് എടുത്തിട്ട് അത് മുഴുവനും അങ്ങനെ പോകുന്നത്. അപ്പം ഇറ്റ്സ് നോട്ട് അബൌട്ട് ഏജ്. അത് അറ്റ്ലീസ്റ്റ് ഐ റെക്കമെൻഡ് വന്നിട്ട് ദ മൊമെന്റ് യു സ്റ്റാർട്ടഡ് ഏർണിംഗ് ഇൻകം വെൽത്ത് ഒരു 40-45 വന്നിട്ട് യു ഷുഡ് ഹാവ് എ വിൽ. വില്ല് എപ്പോൾ വേണമെങ്കിൽ മാറ്റാം. വേറൊരു ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ, പല ആൾക്കാരും വില്ല് കല്യാണത്തിന് മുമ്പ് വില്ല് എഴുതുന്ന ആൾക്കാരുണ്ട്. വരുന്ന വൈഫ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മിക്ക ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, കല്യാണത്തിന് മുമ്പ് എഴുതിയ വില്ല് വാലിഡ് അല്ല. വില്ല് മാറ്റി കാരണം വൈഫ് മാറില്ലേ. കാരണം മൊമെന്റ് യു റൈറ്റ് എ വിൽ യു ആർ ഓൺലി പാരന്റ്സ് അല്ലേ, വൈഫും ഇല്ല മക്കളും ഇല്ല. അപ്പം നമ്മൾ വില്ല് എഴുതുന്ന സമയത്ത് ഓൺ ദ ഡേറ്റ് ഓഫ് ഡെത്ത് വന്നിട്ട് വെദർ യു ഹാഡ് എ തോട്ട് പ്രോസസ് വന്നിട്ട് യു ഹാഡ് വൈഫിന്റെ കമ്മിറ്റ്മെന്റ് ഉണ്ട്, മക്കളെ കമ്മിറ്റ്മെന്റ് ഉണ്ട്, അമ്മയുടെയും അച്ഛൻ്റെയും അതൊക്കെ മനസ്സിലുണ്ടായിട്ടാണോ വില്ല് എഴുതിയതാണ്. ഓട്ടോമാറ്റിക്കലി ആ പഴയ വില്ല് വാലിഡ് അല്ല. പക്ഷെ അമേരിക്കയിൽ പ്രീ നപ്ഷ്യലൊക്കെ ഇല്ലേ? ഉണ്ട്. ഇല്ല, ഇന്ത്യയിൽ വന്നിട്ട് ആ വില്ല് വാലിഡ് അല്ല. യു നീഡ് ടു റൈറ്റ്. അങ്ങനെ ഭാര്യ ഇല്ലാതൊരു വില്ല് എഴുതണ്ട. അതെ.